ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ RRB ജെയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 3/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 30 ജൂലൈ 2024. ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 30 ജൂലൈ 2024. അപ്ലിക്കേഷൻ അവസാനിക്കുന്ന ഓൺലൈൻ അപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29 ഓഗസ്റ്റ് 2024. അതുപോലെ ജനറൽ OBC EWS കാൻഡിഡേറ്റ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റുകൾക്ക് 500 രൂപയാണ് ഫീസ് പറയുന്നത്. SC ST കാൻഡിഡേറ്റ്സിന് 250 രൂപ. ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും 250 രൂപയാണ്. പിന്നെ ബാക്കി എല്ലാ കാറ്റഗറിയിലുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും 250 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുകയോ മോഡിഫൈ ഒക്കെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ ചാർജ് 250 രൂപയാണ് പറയുന്നത്. പിന്നെ നമുക്കത് നെറ്റ് ബാങ്കിങ് മോഡിൽ ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇതിന് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1/1/2025 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ള ആൾക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ബാക്കി റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷനും ഓൾസോ പോസിബിൾ ആണ്. പിന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നത് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി, പിന്നെ സ്പെസിഫിക് ക്വാളിഫിക്കേഷൻസ് ഫോർ JE IT ആൻഡ് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ജൂനിയർ എഞ്ചിനീയറിന് ടോട്ടൽ വരുന്ന വാക്കൻസി എന്ന് പറയുന്നത് 7,934 ആണ്. പിന്നെ വേറൊരു പരീക്ഷയും കൂടി വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു 17 പോസ്റ്റും കൂടി വന്നിട്ട് ടോട്ടൽ ഈ ഒരു നോട്ടിഫിക്കേഷനിലുള്ള വാക്കൻസി എന്ന് പറയുന്നത് 7,951 ആണ്. ഓക്കെ, പിന്നെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 400 രൂപ റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. OBC EWS കാൻഡിഡേറ്റ്സിനൊക്കെ, ജനറൽ കാൻഡിഡേറ്റ്സിന്. SC ST കാൻഡിഡേറ്റ്സിന് 250 രൂപ റീഫണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ എമൗണ്ട് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും 30-ാം തീയതി തന്നെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.